അങ്ങനെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കപ്പ ചീനി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സാധനം ഞാനന്ന് വെച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനു മുമ്പായിട്ട് ഒരു വട്ടം ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ കിട്ടിയ കപ്പ എന്തായാലും കൊള്ളാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ കൂടെ വന്ന ബ്രദറിൻ്റെ അടുത്ത് മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തായാലും മുട്ടക്കറി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഇവിടുത്തെ അക്ക എന്തായാലും ചപ്പാത്തി പോലത്തെ ഒരു റൊട്ടി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഞാൻ കപ്പ ഉണ്ടാക്കുന്ന പരിപാടിയിൽ. ഈ മൂന്നും കൂടെ ഒരേ അടുപ്പിലാണ് നടക്കുന്നത്. എന്നാലും നമ്മൾ ഒരു രീതിയിൽ നിന്നൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരൻ മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കപ്പ എനിക്ക് മാത്രമാണ് വയ്ക്കുന്നത്. വേറെ ആരും കഴിക്കത്തൊന്നുമില്ല. പുള്ളിക്കാരിക്ക് റൊട്ടി മതി എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടക്കറി മാത്രം മതി എന്ന് പറഞ്ഞ് ഞാനിച്ചിട്ട് കപ്പയോടെ മുട്ടക്കറിയും കൂട്ടിയൊക്കെയാണ് കഴിക്കുന്നത്. ആദ്യത്തെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. സംഭവം എന്തായാലും ഉടച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ വെച്ച് തന്ന മുട്ടക്കറിയും അതിലായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മുട്ടക്കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വെറൈറ്റി മുട്ടക്കറിയാണ്. സംഭവം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നത്തിൽ ക്ലീനിങ് മൊത്തം ഞായിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാത്രം മൊത്തം കഴുകാൻ പറഞ്ഞ്. അങ്ങനെ എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോസ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ഗൈസ്.